ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയൊരു വ്ലോഗ് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ചെറിയ ഔട്ടിംഗ് ആയാലോ? എങ്ങോട്ടാണെന്ന് ഞാൻ പോകുന്ന വഴിയെ പറയാം. എല്ലാരും കൂടെ റെഡി ആയിട്ട് താഴെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എന്താ വാമിക്കുട്ടിയൊക്കെ ഉള്ളിലിങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. വാമിക്കുട്ടി ഉണ്ട്, കേശു ഉണ്ട്, കാശി ഉണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള സൂവിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇത് കണ്ടു കണ്ട് മടുത്ത് കിടക്കായിരിക്കും. പക്ഷെ നമുക്കിപ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ട് റീസൺസ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഉച്ച സമയത്താണ് എന്താ പറയാ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാമെന്നൊരു പ്ലാൻ ഇടുന്നത്. അപ്പം പെട്ടെന്ന് പോകാൻ പറ്റിയ അടുത്തുള്ളൊരു സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കുട്ടികളുണ്ട്. അപ്പൊ സോ അവർക്കും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്ന കണക്കുള്ളൊരു സ്ഥലത്തായിരിക്കണം പോകുന്നത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഫൈനലി നമ്മൾ സൂ ചൂസ് ചെയ്തത്. ഇന്നത്തെ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടികൾ എപ്പോഴും വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുകയല്ലേ. മാമിക്കുട്ടി പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാശിയും കേശു ആണെങ്കിൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ആകെ ബോറടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ചു കുട്ടികൾക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് വന്ന് കയറിയപ്പോ തന്നെ ഈ ഒരു കൊരങ്ങനെയാണ് കേട്ടോ കണ്ടത്. മാമിക്കുട്ടി അതിനെ അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബോറടിക്കുമെങ്കിലും ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിന്റെ അകത്ത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അതിശയാണ് ഈ ആനിമൽസിനെ ഒക്കെ കാണാനായിട്ടൊക്കെ. കാർട്ടൂൺ അപ്പു ഇതാരാന്ന് ചോദിച്ചേ? ഇതെന്തോ അത്? കാട്ടുപോത്തോ? കാട്ടുപോത്താണോ? കാശി ഇടയ്ക്കിടയ്ക്ക് ഈ വേലി കൂടെ ഞൂന്നിറങ്ങാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു വേലിയും കൂടെ ആയതുകൊണ്ട് തന്നെ പറയുകയും വേണ്ട. സീൻ ആകെ മാറി ഗേസ്. പിള്ളേരെല്ലാം കൂടെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടവും ബഹളവുമാണ്. പിന്നെ എനിക്കൊന്ന് വണ്ടിയൊന്നും വരാത്ത റോഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ആനിമൽസിനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കാം. ട്രിവാൻഡ്രത്തുള്ളവർക്ക് നേരത്തെ കണ്ട് കണ്ട് മടുത്തിരിക്കുമായിരിക്കും. പക്ഷെ നമ്മളിതിപ്പോ ജസ്റ്റ് എന്താ പറയാ, പിള്ളേർക്ക് എന്റർടൈൻമെന്റ് അങ്ങനെ വന്നതാണ്. വാമിക്കുട്ടി ആകെ അലമ്പാണ് കേട്ടോ. ആരുടെയും കയ്യിലൊന്നും പിടിക്കാതെ വലിയ ചേച്ചിയെ കണക്ക് അങ്ങ് നടന്നങ്ങ് പോവാണ്. നടത്തുമല്ല, ഓട്ടമാണ് ഫുൾ ടൈം. കണ്ട അത് കഴുകനാവാമി. കഴുകൻ കഴുകൻ, കള്ളനല്ല കഴുകൻ. കഴകനല്ല കഴുകൻ. അതന്നെ. വഴക്ക് കൂടുന്ന വാമി. വാമി എന്തോ ഇത്? കരടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾ ഇതായിരിക്കുന്നു. അവശയായി. എങ്ങനെയുണ്ടമ്മ? നല്ല ട്രിപ്പായിരുന്നു. കുറച്ചും കൂടെ നടക്കണോ? ഇത്തിക്കൂടെ നടക്കാമേ? നമുക്കൊരു വണ്ടി വിളിച്ചാലോ? ഇതുപോലെ വിളിച്ചാലോ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നടന്ന് നടന്ന് നല്ല ക്ഷീണമായിട്ടോ. പിള്ളേർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയവർക്കെല്ലാം ക്ഷീണമായി. ഹിപ്പോപ്പൊട്ടാമസ്. കാശി പിടിച്ചോ, പിടിച്ചോ. സിംഹവും കടുവയൊക്കെ ഉണ്ട് മാമി. എനിക്ക് വയ്യ. ആണോ? കാട്ടിലെ രാജാവ് ലയണ കേട്ടു. നമ്മളൊരു വിശ്രമ കേന്ദ്രം നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഗേസ്. കാശിക്കും കേശുവിനും പാല് കുടിക്കാൻ ടൈമായി. സോ അതിനുവേണ്ടി ഒരു വിശ്രമ കേന്ദ്രം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഫൈനലി നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലം കിട്ടി കേട്ടോ. പാലുകുടി മത്സരം. ഇതാ സൂവിന്റെ അകത്ത് തന്നെ ഉള്ള ഒരു ടീ സ്റ്റോൾ ആണ് കേട്ടോ. നമ്മൾ അവിടുന്ന് കേക്കും ചായയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മള് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് സൂവും ഒന്ന് ഫ്രഷ് ആയിട്ടോ. ഇനി അങ്ങോട്ട് ലെപ്പേർഡും ടൈഗറും ലയണും ഒക്കെ ഉണ്ട്. ഇപ്പഴാ ഒരു സമാധാനമായത്. സൂവിൽ വന്നിട്ട് ടൈഗറിനെയും ലയണിനെയും കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് സൂ ആണല്ലേ. സൂവിലെ കാഴ്ചകൾ ഏകദേശം കഴിയാറായിട്ടോ. അതിനിടയിൽ കൂടെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാണ് ഇവിടെ ഒരാള്. നമുക്ക് പോകുന്ന വഴിക്ക് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാം എന്നായിരുന്നു ആ പ്ലാനിങ്. പക്ഷെ എനിക്കതിന് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴേ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേശു പിങ്കിയുടെ പുറത്ത് കയറിയിട്ടുണ്ട്. അത് കണ്ടിട്ട് അതുപോലെ കയറണമെന്ന് പറഞ്ഞ വാമിക്കുട്ടിയും തുടങ്ങിയിട്ടുണ്ട്.
ലാസ്റ്റ് ഇതാ ആളും കേറിയിട്ടുണ്ട്. പിന്നെ കുറെ ബേർഡ്സിന്റെ ഒക്കെ സെക്ഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ വന്നപ്പോ ഇങ്ങനെ ചിത്രശലഭ പാർക്ക് എന്നും പറഞ്ഞൊരു എൻട്രി കണ്ടു. ഇത് കൊള്ളായിരുന്നു കേട്ടോ. ചിത്രശലഭത്തെ ഒന്നും കണ്ടില്ലെങ്കിലും ആ ഒരു വഴി നല്ല രസമുണ്ടായിരുന്നു. നല്ല രണ്ട് സൈഡും നിറച്ച് പൂക്കളും നല്ലൊരു ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ലൊരു വഴിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള ചിത്രശലഭങ്ങളിലൊക്കെ ഡീറ്റെയിൽസ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഈ ഒരു സെഷനിലേക്കാണ് കേട്ടോ. ഉരഗങ്ങൾ അഥവാ റെപ്റ്റൈൽസിന്റെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കണ്ടൊരു കുഞ്ഞു കാഴ്ചയാണ് കേട്ടോ. അതൊരു കുഞ്ഞ് എന്താ പറയാ മാൻമെയ്ഡ് വാട്ടർഫോൾ ആണ്. കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ ഇതുപോലെ ചെറിയൊരു ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ സൂ ഫുള്ള് ചുറ്റി കണ്ടു കഴിഞ്ഞതാ ഇറങ്ങാണ്. ഞാൻ കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എന്താ പറയാ, ഓരോ ആനിമൽസിനെ ഒക്കെ ആയിട്ട് ഞാൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്തും കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ബോറടിക്കും. ഇപ്പൊ തന്നെ അത്യാവശ്യം ചെറിയ ബോറടി ആയിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പോവാഞ്ഞത്. ഇന്നത്തേതൊരു കൊച്ചു വ്ളോഗായിരിക്കും എന്ന് കരുതിയാട്ടോ എടുത്തു തുടങ്ങിയത്. പക്ഷെ ഇതിപ്പോ എടുത്തെടുത്ത് ലെങ്ത് വല്ലാതെ കൂടി വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ലുലു മോളിലേക്കാണ്. സോ അവിടെ പോയിട്ട് നമുക്കിനി ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടുവന്ന് ഫണ്ടൂറയിലും ഒക്കെ പോകണം. സോ അപ്പത്തേക്കും ലെങ്ത് എന്തായാലും നന്നായിട്ട് കൂടും. അപ്പൊ ഞാനിത് മിക്കവാറും 2 പാർട്ടായിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത്.